ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ വോയിസൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ, ഒന്ന് ക്ഷമിക്കാം. അപ്പോഴത്തേന് നമുക്ക് അടിപൊളിയായിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയെടുത്താലോ. വെറും ചിലവ് കുറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിന് മാങ്ങ ഞാൻ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു 2 കിലോ മാങ്ങ ഉണ്ടാവും കേട്ടോ. അത് കല്ലുപ്പിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക അരമണിക്കൂർ. എന്നിട്ട് അതിലോട്ട് ഒരു 2 ടീസ്പൂണോളം കടുക് പൊടിച്ചതും അതുപോലെ തന്നെ ഉലുവ ഒരു 2 ടേബിൾ സ്പൂണോളം പൊടിച്ചതും മുളക് പൊടി എരിവിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ എരിവും ഉപ്പും പുളിയും ഒക്കെ എല്ലായിടത്തും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീട്ടിലുണ്ടാവുന്ന സാധനങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അച്ചാറൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിന് ഞാൻ ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിച്ചെടുക്കാം. കുറച്ച് ഉലുവയും കൂടി, കുറച്ച് കറിവേപ്പിലയും കപ്പലമുളക് ഇട്ട് കൊടുക്കാം. ഇനി മിക്സ് ചെയ്ത് വെച്ച മാങ്ങ ഉണ്ടല്ലോ, അതുകൂടി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വിനാഗിരി ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 5-6 ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് തന്നെ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒന്ന് ലൈറ്റായിട്ട് തന്നെ ഒന്ന് തള വന്നാൽ ഓഫ് ചെയ്യാം, ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മാങ്ങച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എത്ര പെട്ടെന്നല്ലേ ഒരു മാങ്ങച്ചാർ ഉണ്ടാക്കിയെടുത്തത്. പക്ഷേ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയാലും ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ചൂടൊക്കെ ആറിയ പിന്നെ ഇതുപോലെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് ഇതുപോലെ അങ്ങ് മാങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊരു 3 മാസം വരെയും കേടുവരാതെ ഇതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നനവില്ലാത്ത സ്പൂണ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം മാങ്ങ സീസണൊക്കെ ആയതുകൊണ്ട് എല്ലായിടത്തും മാങ്ങ കിട്ടാനുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് നമ്മൾ കഴിച്ചെന്നെ അറിയണം കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങ് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ചോറിൻ്റെ ഒപ്പമൊക്കെ എടുത്ത് കഴിക്കാനായിട്ട് എളുപ്പത്തിൽ പറ്റും കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.